തൊട്ടുകൊണ്ടിരിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇതാണ് കർത്താവ് മത്തായി 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ, അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിപ്പിൻ. ആമേൻ. അന്ന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ നേരത്തെ പഠിപ്പിച്ചു, ബോഡിക്ക് വേണ്ടതും വേണം, നമുക്ക് വേണ്ടതും വേണം. മനസ്സിലായോ? ബോഡിക്ക് വേണ്ടത് നശിച്ചു പോകുന്ന ഫുഡ് കിട്ടിയാൽ മതി, നമുക്ക് വേണ്ടത് നശിക്കാത്തത് വേണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നശിച്ചു പോകുന്ന ഫുഡ് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഫുഡ്. ആമേൻ. നിങ്ങൾക്കറിയാം, ഇന്ന് വെച്ച ചോറ് എടുത്തില്ല എങ്കിൽ നാളെ ആകുമ്പോൾ ചീത്തയായി പോകും. ആമേൻ. എന്നാൽ ഇതാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്ന, മനുഷ്യൻ ഈ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിലെ ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. നിങ്ങളൊരു കാറിൽ പോവുകയാണെങ്കിൽ കാറിൽ പെട്രോൾ അടിക്കണം, നിങ്ങൾക്ക് സാൻഡ്വിച്ചും കഴിക്കണം. മനസ്സിലായോ? അപ്പം 2 പേർക്കും വേണം ഭക്ഷണം. ഇതുപോലെ നമ്മൾ സഞ്ചരിക്കുന്ന കാറിന് തുല്യമാണ് ഈ ശരീരം. ഇതിനും കൊടുക്കണം ആഹാരം, നമുക്കും കഴിക്കണം ആഹാരം. ആമേൻ. അപ്പോൾ ഈ 2 ആഹാരവും വേണം. അപ്പോൾ ഭൗതിക ആഹാരം കഴിക്കുമ്പോൾ ആത്മീയ ആഹാരം, ദൈവത്തിൻ്റെ വചനം നമുക്കുള്ളത് എവിടെ നിന്ന് കിട്ടും? ഇതാ ആള് റെഡി ഇവിടെ. മനസ്സിലായോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. അന്നൊന്ന് വേണ്ടത് നമ്മുടെ അകത്ത് ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ പറഞ്ഞതുപോലെ കുളത്തിൻ്റെ അടിയിൽ നിന്ന് കൊമള വന്ന് പൊട്ടി വിരിയണത് പോലെ നമ്മുടെ അകത്ത് വന്ന് വിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഏമേ. ആത്മാവ് നടക്കാൻ തുടങ്ങുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ അകത്ത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏമേ. ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ ഓഫ് മിനിസ്ട്രി ഷാർജയിൽ ഒരു സഹോദരൻ അവൻ അവിടെ നിന്നിട്ട് പറയാം, ദേവദാസിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനൊരു സാധനം പൊട്ടി മുളച്ചു വരുന്നു. അപ്പോൾ അത് മുളച്ചു വരുമ്പോൾ തന്നെ അത് ഇവിടെ വേറെ അത് ഞാനവിടെ വിളിച്ചു പറയുവാനായിട്ട് ഇടയായി. ഇത് വേറെ രൂപത്തിൽ. അപ്പോൾ ഒരേ ആത്മാവ് അകത്തുനിന്ന് പൊട്ടിമുളയ്ക്കുക. ആത്മാവ് പറയുന്ന ചെവിയുള്ളത് കേൾക്കാൻ തക്കമുള്ള കുഞ്ഞുങ്ങൾ വിരിയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിക്കുന്ന മടക്കയാത്രയില്ല. ഇതാ ഇവിടെ ക്രൂശ്, ഡെയിലി ക്രോസ് എന്ന് പറയുന്നത് ഡെയിലി ബ്രെഡ് കൂടാതെ, ഡെയിലി ബ്രെഡ് അന്നു വേണ്ട ആഹാരം കൂടാതെ ഡെയിലി ക്രോസ് ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ചിന്ത നമുക്ക് തന്നാൽ നമുക്ക് ക്രൂശ് ഉണ്ടാക്കാൻ 2 തടി വേണ്ട, 1 തടി മതി. കാരണം ഓൾറെഡി നമ്മുടെ മരപ്പണിക്കടയിൽ ഒരു തടി ഉണ്ട്. നമ്മുടെ ആ മരപ്പണി നടക്കുന്ന അതിനെന്താ പേര് പറയുന്നേ? ആല, നമ്മുടെ സോള. മനസ്സിലായോ? ഇവിടെ ഈ തടി എന്ന് പറയുന്നത് ചിന്തകളാണ്. ഓൾറെഡി മനുഷ്യന്റെ ചിന്ത നമ്മുടെ സോളിൽ, നമ്മുടെ ചിന്ത അകത്ത് ഓൾറെഡി ഉണ്ട്. ആമേൻ. എന്നാൽ അത് ഈ ലോകത്തിന് അനുരൂപമാണ്, പാരലലാ. എന്നാൽ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമല്ല, അത് വെർട്ടിക്കലാ, സ്വർഗത്തിൽ നിന്നുള്ളതാ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചിന്ത ഓൾറെഡി ഉണ്ട്. അതിനോടൊപ്പം അന്നു വേണ്ട ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അത് 2 കൂടി ചേരുമ്പോൾ ക്രൂശായി. മനസ്സിലായോ? അപ്പോൾ പാരലൽ സ്വന്തം ഇഷ്ടവും വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ആ തടി ദൈവ ഇഷ്ടവുമായി. ക്രൂശായില്ലേ? അന്നു ഉള്ള ക്രൂശ്. ആമേൻ. ഹല്ലേലൂയ. ഇനി അപ്പോൾ അന്നു വേണ്ടുന്ന ആഹാരം അന്നു വേണ്ട കുരിശിനെ ഉണ്ടാക്കും. അതാണ് ഓരോ ദിവസത്തിനും അന്നത്തെ ദോഷം മതി. ആമേൻ. നമുക്കിത് ദോഷമായിട്ടാണ് തോന്നുന്നത്, കാരണം നമ്മുടെ ഇഷ്ടത്തിന് എതിരാണല്ലോ. ആമേൻ. നമ്മുടെ ഇഷ്ടത്തിന് എതിരാ. ഇനി അങ്ങനെ ഒരു ചിന്ത വന്നാൽ, ക്രൂശ് കിട്ടിയാൽ അവൻ ഭാഗ്യവാൻ. കാരണം ക്രൂശ് ഇല്ലാതെ യേശുവിനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ആദ്യം ഇച്ഛിക്കണം, പിന്നെ രണ്ടാമത് ക്രൂശ് വേണം. ഇപ്പൊ ക്രൂശ് കിട്ടിയോ? നമ്മുടെ ചിന്തയും ദൈവ ചിന്തയുടെ കയറിയപ്പോൾ ക്രൂശ് കിട്ടി. ഇനി ക്രൂശ് കിട്ടിയാൽ വളരെ എളുപ്പം. അടുത്ത പണി നാൾതോറും മരിക്കുക. യേശുവിന് ക്രൂശ് കിട്ടിയപ്പോൾ എന്താ ചെയ്തേ? മരിച്ചു. പൗലോസിന് ക്രൂശ് കിട്ടിയപ്പോൾ എന്താ ചെയ്തേ? പൗലോസ് മരണത്തിന്റെ ബഹളം. ഞാൻ നാൾതോറും മരിക്കുക.
നാൾതോറും മരിക്കുക. പസ്കോറിന്ത്യൻ 15:30 പറയാ, ഞാൻ നാൾതോറും മരിക്കുക. അത് എനിക്ക് ക്രിസ്തു യേശുവിൽ നിങ്ങളുള്ള പ്രശംസയാ. അയ്യോ, എന്റെ അനുഭവം കണ്ടോല്ല, പ്രശംസയാ. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം നൊടി നേരത്തെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം ഞാൻ പ്രാപിക്കാൻ പോവുകയാണ്. ആത്മാവിനെ അനുഗമിക്കുന്നവർ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്നത് തേജസ്സിന്റെ കനമാണ്. തേജസ്സിന്റെ കനമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. എന്നാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ അവർ ന്യായവിധിയുടെ കോടതിയിൽ നിൽക്കുമ്പോൾ ശിക്ഷയുടെ കനമാണ് അവർക്ക് വർദ്ധിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം നേരത്തെ വായിച്ചു ഫസ്റ്റ് 15:30. പക്ഷെ ഒന്നും കൂടി നമുക്കൊന്ന് വായിക്കണം. ഇപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ 3 കാര്യങ്ങളാണ് ഡെയിലി വേണ്ടത്. ഒന്ന്, ആദ്യം നമ്മുടെ ഇച്ഛ. ഇച്ഛിക്കുന്ന വ്യക്തി ഇച്ഛിച്ചതുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. 3 കാര്യങ്ങൾ വേണം. ഡെയിലി ബ്രെഡ്. ഡെയിലി ബ്രെഡ് ഉണ്ടെങ്കിൽ, അതായത് ദൈവാത്മാവ് തരുന്ന വചനം, ഡെയിലി ബ്രെഡ് ഉണ്ടെങ്കിൽ ഡെയിലി ക്രോസ് ഉണ്ടാക്കാം. അതായത് നമ്മുടെ ചിന്തയും ദൈവചിന്തയും തമ്മിൽ ക്രോസ് ചെയ്യും. ഇത് ആരും അറിയത്തില്ല, നമ്മുടെ ഹൃദയത്തിൽ മാത്രം അറിയാം. ഡെയിലി ക്രോസ് കിട്ടിയാൽ പിന്നെ അടുത്ത ചോയ്സ് നമ്മുടേതാണ്. ആ ചോയ്സ് ഇതിൽ മരിക്കണോ വേണ്ടയോ, ഇതിൽ മരിക്കണോ വേണ്ടയോ. പൗലോസ് ഫസ്റ്റ് കൊരിന്ത്യർ 15:31 ഒന്നൊരു വായിച്ച്. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുകയാണെന്നല്ല, എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഡെയിലി ഡെത്ത്. ക്രൂശ് കിട്ടിയാൽ മരിക്കാം. ഹല്ലേലൂയ. മരിച്ചാൽ എന്താ ഗുണം? നേരത്തെ പഠിച്ചു. മരിച്ചാൽ വീണ്ടും ജനിക്കാം. മരിച്ചാൽ വീണ്ടും ജനിക്കാം. അഗ്നിവളർച്ചയുടെ രഹസ്യമായത്. അങ്ങനെ മരിച്ച് വീണ്ടും ജനിച്ചത് കൊണ്ടാണ് പൗലോസിലൂടെ 13+1 ഹെബ്രായ ലേഖനം 14 ലേഖനം വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. സഹോദരങ്ങളെ, ഇതേപോലെ മരിച്ച് ജനിച്ചത് കൊണ്ടാ കൃപയാൽ ഈ ഏഴയിലൂടെ ഇതുവരെ 3 പുസ്തകം വെളിയിലിറങ്ങി. നാലാമത്തെ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവപ്രവർത്തികൾ നമ്മൾ അതിനെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ ഞാൻ ഭയപ്പെട്ട് കർത്താവിനെ സ്തുതിക്കുകയാ. ആളുകൾ പറയുന്നത് ബൈബിൾ വായിക്കുന്നത് പോലെ ഞങ്ങളിത് വായിക്കുകയാണെന്ന് പറയുന്നത്. ഞാൻ ഉടനെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, അങ്ങേക്ക് പോകത്തോ. കാരണം എനിക്ക് ഭയമാ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയപ്പെടുകയാണ്. നിങ്ങൾ ഇന്നലെ കേട്ടു, ഇവിടെ ഇന്നലെ 2 പേരുടെ വായിൽ നിന്ന് വന്നു. അതിനു മുമ്പ് ആളുകൾ പറയുന്നു ഇതേപോലെ തന്നെ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഭയപ്പെട്ടു ഉടനെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയരെ, മടക്കയാത്രയിൽ ഡെയിലി ബ്രെഡ്, ഡെയിലി ക്രോസ് കിട്ടി ഡെയിലി ഡെത്തിന് നമ്മൾ തീരുമാനമെടുത്താൽ നമ്മൾ ഓരോ നിമിഷവും പിതാവിനോട് അടുക്കുകയാ. ആത്മീയ വളർച്ച നമ്മൾ പ്രാപിക്കുക. പിതാവിനോട് അടുക്കും തോറും പിതാവിൻ്റെ ആ ചിന്തകൾ നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് നമ്മളിലൂടെ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. അത് ലോകത്തിൻ്റെ ഒരു അനുഗ്രഹമായി തീരും. ഇതാ പൗലോസ് ഫസ്റ്റ് കൊളോസിന് 1:24 പറയുന്നത്. I rejoice in sufferings. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ. കാരണം ഇതിന്റെ ഗുണം അറിയണവൻ. ഇപ്പൊ നിങ്ങൾക്കൊരു മോട്ടോർ വൈൻഡിങ് കടയുണ്ടെന്ന് ചിന്തിക്കുക. മോട്ടോർ വൈൻഡ് ചെയ്യാൻ വലിയ പാടാ. അത് കട്ട് ചെയ്ത് എടുത്ത് അതിനുശേഷം ഓരോ വൈനും ചുറ്റി വലിയ പ്രയാസമാണ്. പക്ഷേ മോട്ടോർ വൈന് കഷ്ടമാണ്, വലിയ പ്രയാസമാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു മോട്ടോർ വൈൻഡ് ചെയ്താൽ ഇത്ര രൂപ കിട്ടുമെന്ന്. ഒരു ദിവസം ഒരു 15 മോട്ടോർ വൈൻഡ് ചെയ്യാൻ ഇങ്ങ് വന്നു.
എന്റെ ദൈവം, ഇതെന്തോ ഒരു കഷ്ടമാ, ഇത്രയും പണി ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾ പറയുമോ? ഇല്ല. കാരണം സംഭവം കഷ്ടമാ, പക്ഷെ ഇതിന്റെ അപ്പുറത്തെ പ്രതിഫലം നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് താഴേക്ക് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് എന്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? സഭയ്ക്ക് വേണ്ടി. സഭയ്ക്ക് വേണ്ടി. ഈ ഇതൊന്നും സാധാരണക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് മടക്കയാത്ര ചെയ്ത് നല്ലൊരു പടി അപ്പുറം പോയവർക്ക് മനസ്സിലാവും. ഗ്ലോറി. അല്ല, ഈ ശുശ്രൂഷയൊന്നും ഗ്ലോറി സന്തോഷിക്കുന്ന ഈ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. സഹോദരങ്ങളെ, ഇതിലേക്ക് ദൈവം നിങ്ങളെ വളർത്തുമാറാകട്ടെ. ഗ്ലോറി. ഇതിലേക്ക് വളരുമാറാകട്ടെ. സർവീസ് മാനുവൽ ശുശ്രൂഷയൊക്കെ വിട്ടു പോന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇതിൽ നമ്മളിലൂടെ നടക്കത്തുള്ളൂ. ആദ്യം ലോക അനുരൂപത ഉലിഞ്ഞ് കളയുക, തിരിയുക, കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനമെടുക്കുക. കർത്താവിനെ അനുഗമിക്കാൻ അഭിഷേകമല്ല, ഡെയിലി ബ്രെഡ്, ഡെയിലി ക്രോസ്, ഡെയിലി ഡെത്ത്. എന്നാൽ കർത്താവിന് വേണ്ടി പോകാൻ അഭിഷേകം ആവശ്യമാണ്. ലോകത്തിലേക്ക് പോകാൻ അഭിഷേകം കിട്ടാതെ ലോകത്തിൽ പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ജെറുസലേമിൽ കാത്തിരിക്കുക, അഭിഷേകം പ്രാപിക്കുക, തുടർന്ന് കർത്താവിന് വേണ്ടി പോവുക. വേണ്ടത് ടൈം ആവശ്യമാണ്, ഉണ്മാനും ഉടുപ്പാനും ആവശ്യമാണ്. കർത്താവിന് വേണ്ടി പോകാൻ സമയം ആവശ്യമാണ്, അഭിഷേകം ആവശ്യമാണ്. അഭിഷേകവും സമയം ഉണ്ടെങ്കിൽ മാത്രം പോകാൻ പറ്റത്തില്ല. ഉണ്മാനും ഉടുപ്പാനും വേണം, അയക്കാൻ പുറകിൽ ആൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പൗലോസിനെ പോലെ കൂടാരപ്പണി എടുക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ അയക്കാൻ വേണ്ടത് ചില കാര്യങ്ങളുണ്ട്, യേശുവിനെ അനുഗമിക്കാൻ വേണ്ടത് ചില കാര്യങ്ങളുണ്ട്. ഇത് പടം സഹിതം ഫാദേഴ്സ് ബിസിനസ്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് വാങ്ങി ഒരു റെഫറൻസ് ബുക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോട് സംസാരിച്ചോ? ഗ്ലോറി. ചെന്നിരുന്നാട്ടെ. താങ്ക് യു വെരി മച്ച് ബ്രദർ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നിൽക്കാം. ഓ ജീസസ്, ഐ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ജീസസ്. കണ്ണുകളെ അടച്ചാട്. കേട്ട വചനം ഒരു നിമിഷം ധ്യാനിക്കുക. പിശാചിന്റെ തന്ത്രങ്ങൾ ഈ പ്ലാനറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ശോഭിക്കരുത്. അതിലവൻ ജയിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോഴവൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. യേശുവിന്റെ സുവിശേഷമായ ദൈവരാജ്യം പിതാവിന്റെ ഭവനത്തിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, ദൈവപുത്രന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിതാവിന്റെ ഇഷ്ടം ഇന്ന് സ്വർഗത്തിലെ ദൈവം ഇവിടെ വെളിപ്പെടുത്തി. പിശാചിന്റെ തന്ത്രങ്ങളെ എക്സ്പോസ് ചെയ്തു, അതിനെ വെളിപ്പെടുത്തി, അതിനെ പ്രദർശിപ്പിച്ചു. ഇനിയും ആ തന്ത്രങ്ങളിൽ മക്കൾ വീഴരുത്. ഒരു തീരുമാനത്തോടെ ഇനിയും ലോകമെന്ന ജയിലിൽ കിടക്കുവാൻ അല്ല, പകരം യേശുവിനെ അനുഗമിക്കാൻ, എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പിതാവേ, അങ്ങയുടെ ഓമനപുത്രനെ അനുഗമിച്ച് അങ്ങയുടെ ആത്മാവിൻ്റെ സഹായത്തോടെ അസ്വർഗീയ ഭവനത്തിലെത്തുവാൻ എന്നെ സഹായിക്കണമേ. ഇവിടെ പലതും ഞാൻ കേട്ടു, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാ. എന്നെ സഹായിക്കണമേ പിതാവേ. ഇതെന്റെ ജീവിതത്തിൽ ഉറപ്പിച്ച്, ഞാൻ മാത്രമല്ല കർത്താവേ, എനിക്ക് പൗലോസിനെ പോലെ പറയാൻ പറ്റണം, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഞാൻ അനുഗമിച്ച് തുടർന്ന് എൻ്റെ പുറകെ
ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ എൻ്റെ ജീവിതം എനിക്കൊരു മാതൃകയായി, എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയായി, എൻ്റെ ജീവിതം ലോകത്തിനൊരു മാതൃകയായി കർത്താവേ തീർത്തു തരണമേ. അതിനായി എന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചായക്കായി സ്തോത്രം.